നിങ്ങളെ ഒരു കാര്യം ചെയ്യുന്ന വെച്ചാല് ഒന്നാം തീയതി സമരം ഉണ്ടാവും, ഒന്ന് മാറ്റി തരുമോ? നിങ്ങളാണ് ആ വാർത്ത കൊണ്ടത്, നിങ്ങളൊന്ന് നമ്മളെ സഹായിക്കണം. തിരിച്ചോട്ട് പറയുകയാണെങ്കിൽ കരഞ്ഞോണ്ട് ഉള്ളിൽ ഇരട്ടത്താപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അറിയാം, ഇപ്പൊ 22-ാം തീയതി അനൗൺസ് ചെയ്തൊരു സംഭവം 23-ലേക്ക് മാറ്റി. അപ്പൊ നമ്മളെ പോലെ പടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലും ഈ സംഘടനകളൊക്കെ മനസ്സിലാക്കണം, അവർ മനസ്സിലാക്കണം ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ വാർത്തയ്ക്ക് പിന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. നന്നായി എല്ലാം ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യും. ധ്യാന്റെ ഒരു കോളേജ് വിസിറ്റ് ഉണ്ടായിരുന്നു. കണ്ടു. ധ്യാൻ ശ്രീനിവാസനോട് ബഹുമാനം തോന്നിയൊരു കാര്യമാണ്. നമ്മളല്ലെങ്കിലും നല്ലത് പറയാറില്ല, പറ്റുകയാണെങ്കിൽ അത്ര കുറ്റേ പറയാറുള്ളൂ. അത് നേരത്തെ പോലെ ധ്യാൻ ഇലക്ഷൻ എന്നാ ജയിക്കും. ഇപ്പൊ ഇലക്ഷൻ എന്നായിരിക്കും, ഇലക്ഷൻ എന്താ? പിന്നെ എനിക്ക് ചേട്ടന് ഡൗട്ട് ഉണ്ടോ? ഒരു മുന്നോട്ടൊരു നാടിനെ നയിക്കാനുള്ളൊരു കപ്പാസിറ്റി എപ്പോഴും എനിക്ക് തോന്നുന്നു നടന്മാർക്ക് ഉണ്ടാവണം. നിർബന്ധം പിടിക്കാൻ പറ്റില്ല, ഉള്ളവരുണ്ടാവാം. അപ്പോൾ എല്ലാവരും കയറി തോന്നുന്നുണ്ട്, സീനിയർ മാത്രം തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു, സീനിയർ അമ്പലത്തിൽ പോയിട്ടുണ്ടോ? നിങ്ങളെ ആ പരിസരത്ത് അടുപ്പിക്കരുത്, എന്നെയാ ആദ്യം പുറത്തു വിടുന്നത്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ, രണ്ടുപേർക്ക് സ്വാഗതം. മഞ്ജു നമ്മുടെ ചങ്കാട്ടോ. ഞങ്ങളുടെയും മലർവാടി തൊട്ടുള്ള ബന്ധമല്ലേ? നിങ്ങൾ അത്രയും ബന്ധങ്ങളുണ്ടല്ലേ? പിന്നെ ഞാനും തുടക്കം മുതലേ എൻ്റെ ചങ്കാണ്. നല്ല സുഹൃത്തുക്കൾ പലതരമാണല്ലോ. അതെ. എല്ലാ ദിവസവും വിളിക്കുകയോ ഒന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഈ സുഹൃത്തിൻ്റെ വില എപ്പോഴാണ് തിരിച്ചറിയുന്നത്? ഏതൊരു വ്യക്തി നമുക്ക് ആവശ്യമെന്ന് ഞാൻ പറയുന്നില്ല, പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുന്ന വ്യക്തികളാണ് സുഹൃത്ത് അല്ലെങ്കിൽ നല്ല മനുഷ്യർ. ആ വിഭാഗത്തിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും. ഞങ്ങളും ഇങ്ങനെ വല്ലപ്പോഴൊക്കെ വിളിക്കുള്ളൂ. ആ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. അതെ, അപ്പോഴേ വിളിക്കുള്ളൂ. അതെ. അതാണ് ഞാൻ ഈ അജുവിൻ്റെ കാര്യം പറഞ്ഞ വെച്ചാലേ, ഞാൻ അജു മലർവാടിയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി സീനിയർ ആക്ടറാണ്. ഞാൻ കഥ പറയുമ്പോൾ മുല്ലയൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് അപ്പോൾ അജു ആദ്യത്തെ പടാ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുക, ഒരു വിനീസിന് മാസം പുതിയൊരുത്തരെ കൊണ്ടുവരും, നമുക്കൊക്കെ ഇതാവുന്നില്ല, ആ ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ അജു വന്നു, നമ്മളായിട്ട് ഭയങ്കര കമ്പനിയായി. പിന്നെ അജുവായിട്ടൊരു സ്നേഹബന്ധത്തിലായി. അജുവിന് പലതും എന്നോട് പറയും. പിന്നെ എനിക്ക് തോന്നിയ ഒരു മറ്റുള്ള ചരിത്രമാണ് ഈ പറഞ്ഞ പോലെ ഐസക് ന്യൂട്ടൺ, ഈ പറഞ്ഞ ഇതിൻ്റെ വിളക്കിൻ്റെ എബ്രഹാം ലിങ്കൻ വിളക്കിൻ്റെ താഴെ പഠിച്ചിട്ടാണ് മഹാനായി മാറിയതെന്ന പോലെ അജുവിൻ്റെ വഴിയിൽ ഞാനിങ്ങനെ കണ്ടതാണ്. ഇപ്പം ഞാൻ ഈ തിയേറ്ററായിട്ട് നമ്മളെ തിയേറ്ററിലേക്ക് നമ്മൾ പടത്തിൻ്റെ പോസ്റ്റർ പോയി. അപ്പോൾ തിയേറ്ററിൽ പല ആൾക്കാരും നമ്മളെ ഡിസ്ട്രിബ്യൂട്ടറും അജു ഉണ്ടെങ്കിൽ അജുവിൻ്റെ പോസ്റ്റർ എന്തായാലും വെക്കണം കേട്ടോ. നമ്മൾ ഈ പോസ്റ്റർ ആദ്യം പറ്റിയത്. അപ്പോൾ അജുവിൻ്റെ വളർച്ച ഞാൻ ശരിക്കും കണ്ടത്, അജുവിൻ്റെ ജീവിതത്തിലെ വളർച്ച. അപ്പോൾ അജുവിനെ സ്ക്രീനിൽ കാണാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സിനിമയിൽ A to Z ഇടപെട്ടാണ്. എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും എല്ലാം ഇവിടെ പറയാൻ അതല്ല പഴയതിലേക്ക് വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞു പോകണം. അതല്ല അങ്ങനെ ഇടപെട്ടുന്നില്ല. ഇടപെട്ടെന്ന് വെച്ചാൽ ഇത് സിനിമ നല്ലതാകാൻ വേണ്ടിയിട്ട് ഇതൊരു നല്ല സിനിമയാണ്. തീർച്ചയായിട്ടും. സുബീഷേട്ടൻ്റെ ഇത്ര വർഷത്തെ 10-15 വർഷത്തെ ആക്ടിങ് എക്സ്പീരിയൻസ്, അതേപോലെ നമുക്ക് ഞെട്ടിച്ച ഒരാളുണ്ട് മലയാള സിനിമയിൽ, ജോജു ജോർജ്. നമുക്കിന്ന് ജോജുവേട്ടൻ എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ പുതിയ മുഖത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ്. തീർച്ചയായിട്ടും സുബീഷേട്ടനും അതായി മാറുന്ന എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. ഇനി മലർവാടി സമയത്ത് നമുക്ക് ഇവരൊക്കെ സീനിയേഴ്സാണ്, നാച്ചുറലി നമുക്ക് ആരെയും അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഇടവേളകളിൽ സംസാരിക്കാനും ഇടയ്ക്ക് സേർട്ട് വിളിക്കാനും അതിനൊക്കെ ഒരു കമ്പനി വേണമല്ലോ. അപ്പോൾ അതൊക്കെ ആ ഒരു നല്ല, നമുക്ക് ആ ഫസ്റ്റ് സിനിമയിൽ നമ്മൾക്ക് എല്ലാവരെയും പരിചയപ്പെടുന്നൊരു സിനിമയിൽ നമ്മളെല്ലാവരെയും ഓർത്തിരിക്കും. അവരായിരിക്കും നമുക്ക് ബാക്കി നമ്മൾ സിനിമയിൽ എല്ലാവരും ചിലപ്പോൾ ഓർത്തിരിക്കണം എന്നില്ല. എൻ്റെ കാര്യം പറയണേ, അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ ആദ്യത്തെ സിനിമയിലുള്ളവരെ ഞാൻ എല്ലാവരെയും ഓർക്കുന്നുണ്ട്. കാര്യം നമുക്ക് ആദ്യമായിട്ടൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മളെ പരിചയപ്പെടുന്ന ചിരിച്ച് കാണിക്കുന്ന മുഖങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു വീട്ടിലോട്ട് ഫസ്റ്റ് ചെല്ലുമ്പോൾ അല്ലേ, അപ്പോൾ അവിടെയാണല്ലോ നമുക്ക് ഒന്ന് പരിചയം തുടങ്ങിത്തരുന്നത് ഈ മേഖല എന്താണ്. അപ്പം ആ മെമ്മറീസ് നല്ലതാണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അല്ലാതെ കൂടുതലും സിനിമ വർക്ക് ചെയ്തുള്ള ബന്ധത്തെക്കാളും സിനിമയ്ക്ക് അപ്പുറമാണ് ഒരു എന്നാൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും എന്നല്ല, ആ നല്ല ഊഷ്മളത വെച്ച് പുലർത്തുന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനൊരു സബ്ജക്റ്റ് വന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹം കഥ പറയാൻ വന്നപ്പോൾ, ഞാൻ പൊതുവെ കഥ
കേൾക്കാൻ താല്പര്യപ്പെടാറില്ല. എൻ്റെ വേഷമാണ് എൻ്റെ ഉത്തരവാദിത്വം. മുഴുവൻ സിനിമയുടെ ഭാരം ഞാൻ എടുക്കാറില്ല. പക്ഷേ നിർബന്ധമായിരുന്നു കഥ കേൾക്കണം. അങ്ങനെ ഫീനിക്സിൻ്റെ ലൊക്കേഷനിൽ വന്ന് കഥ പറഞ്ഞു. കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ട് നായക നടനാകുന്ന ഒരു സിനിമ, അതിന് അതിൻ്റെതായ വ്യക്തിത്വമുണ്ട് ആ സിനിമയ്ക്ക്, അതിന് അതിൻ്റെതായ ഒരു മെസ്സേജ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അത് കൊമേഴ്ഷ്യലാണ്. നിങ്ങൾ ആ മുഖത്തിന് അനുയോജ്യമാണ്. ആ കഥാപാത്രത്തിന് എല്ലാ രീതിയിലും എനിക്ക് ഇദ്ദേഹത്തിൻ്റെ മുഖമേ കാണാൻ പറ്റുന്നുള്ളൂ ഇന്ന്. പെർഫെക്റ്റ് ആണ്. മാത്രമല്ല ആദ്യമായിട്ട് തന്നെ അതിൻ്റെ പ്രൊഡക്ഷനും എല്ലാം അദ്ദേഹം ഇടപെട്ടു. ഏറ്റവും പറ്റുന്ന ഏറ്റവും നല്ല മികച്ച ആൾക്കാരെ ടെക്നിക്കൽ സൈഡിൽ കൊണ്ടുവന്നു. ഇപ്പം അങ്കിത് മേനോനാണ് മ്യൂസിക് ഹാൻഡിൽ ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ജയഹേ ഇപ്പോൾ ഗുരുവായൂർ അമ്പല നടയിലൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും, ഇപ്പം നല്ല ഡിസ്ട്രിബ്യൂഷൻ, അതൊരു സോൾ എഫേർട്ടാണ്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഞങ്ങൾ കോമ്പിനേഷൻ ചെയ്യുന്ന സമയത്തും സുബിചേട്ടനെ നമ്മളെപ്പോഴും കണ്ടേക്കുന്നത് കൗണ്ടർ അല്ലെങ്കിൽ ഒരു ഹ്യൂമർ അല്ലെങ്കിൽ അങ്ങനത്തെ ലൈറ്റ് സാധനങ്ങൾ. ഇതിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് ബഹുമാനം ആസ് എൻ ആക്ടറും തോന്നിപ്പിച്ചു. തീർച്ചയായിട്ടും. എന്തായാലും ഈ പടത്തിൻ്റെ ടൈറ്റില് ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം, അത് നമുക്ക് ഓർമ്മ വരുന്നത് സർക്കാർ ആശുപത്രിയിലെ ഒരു ബാനറാണ് അല്ലേ? അത് അന്ന് ഇറങ്ങുന്ന കുടുംബാസൂത്രം അല്ലേ? ആ സമയത്താണ് ഈ ഒരു ബോർഡ് വരുന്നത്. ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിലേറ്റവും എനിക്ക് ആ ടീച്ചറിലൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ, നിരോധ പൊട്ടിക്കുന്നത്. ഇപ്പോൾ അത് പല ഇൻസ്റ്റയിലും മില്യൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്തിട്ടപ്പോൾ കണ്ടിരുന്നല്ലോ അല്ലേ? ഭയങ്കരമായിട്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്തരം ഒരു സബ്ജക്റ്റ് നമ്മൾ പറയുമ്പോൾ ഈ ആളുകളുടെ എണ്ണം കുറയ്ക്കുക അല്ലേ എന്നാണല്ലോ അതിൽ ഉദ്ദേശിക്കുന്നത്. അത് പിന്നീട് ചർച്ചയിലേക്ക് പോകുമെന്ന് ഒരു ഭയപ്പെടുന്നുണ്ട് ഈ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ. അല്ല, ഈ സിനിമ എന്തായാലും സമൂഹത്തിൽ ചർച്ചയാവും. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ, അജു പറഞ്ഞ പോലെ ജാഫർക്ക് ഇതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാഫർക്ക് ഒരു 2 മാസം കഴിഞ്ഞിട്ട് അലീഖാനെ കണ്ടപ്പോൾ അലീഖ് ഒരു ദിവസം രാത്രി 12 മണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ കഥ ഗംഭീരാണല്ലോ, നമുക്ക് പൊളിക്കാൻ പറഞ്ഞു. അപ്പോൾ ജാഫർക്ക് നിങ്ങളോട് കഥ ഒരുമിച്ചിരിക്കുമ്പോൾ അപ്പോൾ എന്നോടുള്ള ഇഷ്ടം അല്ലാതെ ഇതിൽ വർക്ക് ചെയ്തപ്പോൾ അലീഖ് ആയാലും അജു ആയാലും എന്നോടുള്ള ഇഷ്ടമല്ലാതെ ഈ സിനിമ ഗംഭീരമായിട്ടൊരു സിനിമയാണെന്ന് എല്ലാവരും പറയുന്നത്, കണ്ടവരും ഈ കഥ കേട്ടവരൊക്കെ. അപ്പോൾ ഈ സിനിമ നിങ്ങൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം, ഈ സിനിമ എന്തായാലും ചർച്ചയാവും. ചർച്ച മാത്രമല്ല, ഇത് കുറേ കാലം നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ അജു ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എന്നോട് ഈ അസിസ്റ്റന്റ് ഡയറക്ടർമാരൊക്കെ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ എന്നോട് പറയും, സുബിചേട്ടാ അത് ഈ സിനിമക്ക് മറ്റുള്ള സിനിമകളെ പോലെ കാണാൻ പാടില്ല, ഇത് നമ്മൾക്ക് ഒരുപാട് തലത്തിലും അംഗീകാരങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാലം നിൽക്കുന്ന ഒരു സിനിമയാണിത്, ഇത് ആ രീതിയിലാണ് നിങ്ങൾ എടുക്കാൻ പറയണമെന്ന്. അജുവിനെ അഭിനയിച്ചിട്ട് പോയത് എൻ്റെ സുഹൃത്ത് നിലയിൽ വന്നു, എൻ്റെ ഒരു അടുത്തൊരു സഹോദരൻ നിലയിൽ അഭിനയിക്കാൻ വന്നു. ആ സിനിമയുടെ കഥയോട് ഇഷ്ടം കൊണ്ടാണ് വന്നത്. പക്ഷെ എന്നാൽ ഈ സിനിമയോട് കാണിക്കുന്ന ആ ഒരു ലാളന ഭയങ്കരമായിട്ട്, അത് എനിക്കൊന്നും ഈ കഥയാണ് ഈ ബേസിക്ക് നിസാം റാവുത്തറിൻ്റെ സൃഷ്ടിയോടുള്ള എല്ലാവരോടും ഇഷ്ടമാണ്. കഥയേക്കാൾ ഉപരി ഇത് കാലങ്ങളോളം ഈ ആശയം ഇതിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മൂല്യം അതിവിടെ നിലനിൽക്കണം. ഒരു സിനിമ കൊണ്ട് ചിരിപ്പിക്കാം അല്ലേ, അതിനോടൊപ്പം തന്നെ ആ ആശയം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അത് നന്നായിരിക്കും. അതെ, ഇതേക്കാളും അത് ഇപ്പം കാതൽ എന്ന് പറഞ്ഞ സിനിമ എത്രമാത്രം കേരളക്കരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എനിക്ക് അതേപോലെ ഒരു ഹിന്ദി സിനിമയാണ് എനിക്ക് കാതലിന് മുന്നേ ബദായി ദോ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ എൻ്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. എൻ്റെ കാഴ്ചപ്പാടിൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഇടപെടലുകൾ, അതിന് ശേഷമുള്ള എൻ്റെ ഇടപെടലുകൾ എത്രയോ മാറ്റം. അതിന് മുന്നേ ഞാൻ വേറെ രീതി ഇടപെട്ടെന്നല്ല, പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഒരു എഡ്യൂക്കേഷൻ സംഭവിക്കുകയാണ് ചില സിനിമകൾ. കാതലിലും അതാണ് സംഭവിച്ചത്, ഒരു എഡ്യൂക്കേഷൻ സംഭവിക്കുകയാണ്. എത്രയോ അതും മമ്മൂക്കയെ പോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യുമ്പം മികച്ചതായിട്ട് ചെയ്യുമ്പം ആ വിഷയം കൊണ്ടിട്ട് നമുക്ക് കുറച്ചും കൂടി ആക്സസബിൾ ആവുകയാണ്. അദ്ദേഹം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്തേ ശ്രദ്ധിക്കും. ആ ശ്രദ്ധ അത് ഈ സിനിമയ്ക്ക് കിട്ടിയാൽ, നമുക്കറിയാം ഇതിൽ സൂപ്പർ സ്റ്റാർസ് ആരുമില്ല, പക്ഷെ ഈ വിഷയമായിരിക്കും ഇതിൽ ഈ വിഷയത്തിന് കിട്ടിയാൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും, ആ രീതിക്ക് ഏറ്റെടുക്കുകയും ചെയ്യും. എൻ്റെ ഭാഗത്തുനിന്ന് ഈ സിനിമയ്ക്ക് എന്തൊക്കെ വേണോ അത് ഞാൻ ചെയ്തു. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന വെച്ചാല് ഒന്നാം തീയതി സമരമുണ്ടോ, ഒന്ന് മാറ്റി തരുമോ? നിങ്ങൾ വിചാരിച്ച നടക്കുക, നിങ്ങളാണ് ആ വാർത്ത കൊണ്ടത്, നിങ്ങളൊന്ന് നമ്മളെ സഹായിക്കണം. ചിരിച്ചോണ്ട് പറയുകയാണെങ്കിൽ കരഞ്ഞോണ്ട് ഉള്ളിൽ. പിന്നെ ഒരു കാര്യമുണ്ട് സുവിശേഷ, എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഈ പറഞ്ഞ നമ്മൾ പറയാം അസോസിയേഷൻ ഉള്ളവർ
ഇതൊക്കെ പറയും നമ്മൾ കാര്യത്തോട് അല്ലെങ്കിൽ ആ ലാസ്റ്റ് മിനിറ്റ് അവരെങ്ങനെയെങ്കിലുമൊക്കെ രമ്യതയിൽ അതെ, അതെ, എത്താറുണ്ട്. അതാണ് നമ്മൾ അതാണ് പ്രതീക്ഷ. ചരിത്രം. നടക്കുന്നുണ്ട്. ചരിത്രം അതാണ്. 22-ാം തീയതി പ്രഖ്യാപിച്ച സമരം 23-ലേക്ക് മാറി. മഞ്ഞുമൽ ബോയ്സ് വരുന്നു, അത് റിലീസ് ചെയ്തേക്കാന്ന് വെക്കുന്നു. ഇനി 1-ാം തീയതി തൊട്ടാണ് റിലീസ് ഉള്ളത്. അതൊന്നും അപ്പം അതിൽ ചർച്ച വന്ന് മാറും. വലിയ സിനിമകൾ ഇപ്പൊ തിയേറ്ററിൽ ഓടുക, നന്നായിട്ട് ഓടുക. അല്ല, ആ സമയത്ത് ഒരു സമരം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതും ഫെബ്രുവരി ജനുവരിയിൽ ഓസ്ലർ, ഇത് കഴിഞ്ഞ് പ്രേമലു, ഭ്രമയുഗം. ഈ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം എന്താണോ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്താണോ വിഷമത്തോടെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഹിറ്റാവുന്നില്ല, അതിപ്പോ സംഭവിക്കുന്നു. 242 സിനിമകൾ ഇറങ്ങിയ കഴിഞ്ഞ വർഷം. അല്ല, ഇപ്പം അത് ഇറങ്ങി ഹിറ്റാവുന്നു. ഇപ്പൊ ഹിറ്റിലേക്കാണ്. നമുക്ക് ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ. അതെ അതെ. അപ്പൊ തന്നെ നമ്മൾ ഈ തെങ്ങിന്റെ ഇതിൽ കൊണ്ട് നമ്മൾ ഇതൊഴിക്കില്ലേ എന്ന് പറയുന്ന പോലെ. അല്ല, അത് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. അത് പക്ഷെ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു. എപ്പോഴും കാര്യത്തിന്റെ അവസാന ഡേക്ക് തലേദിവസം എങ്ങനെയെങ്കിലും ഒരു രമ്യതയിൽ എത്തും ഞാൻ പ്രത്യാശിക്കുന്നു. അല്ല, അത് അങ്ങനെ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അല്ല, അലീക്ക് പറഞ്ഞ പോലെ അതിലൊരു അങ്ങനെയല്ല, എൻ്റെ ഒരു സുഖം വെച്ചിട്ട് അങ്ങനെ ഒരു ഇരട്ടത്താപ്പിട്ട് എനിക്ക് തോന്നുന്നു. അറിയാം, ഇപ്പൊ 22-ാം തീയതി അനൗൺസ് ചെയ്തൊരു സംഭവം 23-ലേക്ക് മാറ്റി. അപ്പോൾ നമ്മളെ പോലെ പടങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് ഭയങ്കര ഈ പറഞ്ഞ പോലെ ജീവിതം തന്നെ കൊടുത്തുണ്ടാക്കിയ സിനിമയാണ്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ഒരു ദിവസം പോലും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബാധിക്കും, ലൈഫിനെ തന്നെ ബാധിക്കും തന്നില്ല. അപ്പോൾ അതിലും ഈ സംഘടനകളൊക്കെ മനസ്സിലാക്കണമെന്ന് അവർ മനസ്സിലാക്കണം ഞാൻ വിശ്വസിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും അത്തരമൊരു ചർച്ചകൾ നടക്കുന്നുണ്ട്. രാജു ഒരു നിർമ്മാതാവും കൂടെയാണല്ലോ. നിർമ്മാതാവിൻ്റെ ആവശ്യങ്ങൾ നിർമ്മാതാക്കൾ ഉന്നയിക്കുമ്പോൾ തിയേറ്ററുകാരുടെ ആവശ്യം തിയേറ്ററുകാർ ഉന്നയിക്കും. അവിടെയാണ് ഈ വിഷയങ്ങൾ വന്നത്. പക്ഷേ ഇത്തവണത്തെ സമരം ഞാൻ കണ്ടത്, ഞാനാലോ ഈ ഇൻ്റർവ്യൂ എടുക്കുകയും ഈ വാർത്ത പുറത്ത്, ഇത്തവണത്തെ കണ്ട സമരം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. നിർമ്മാതാക്കൾ ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അല്ല, നമുക്ക് പ്രൊജക്ടർ മറ്റേ UFO ഒക്കെ ആണല്ലോ. അപ്പോൾ ഒരു നിർമ്മാതാവിന് അമിതമായ പൈസ വരുന്നു. അത് നിർമ്മാതാക്കളുടെ സംഘടന വെച്ച് കൊടുക്കുമ്പോൾ അതിന് 3000 രൂപ മതി ഒരാഴ്ച സിനിമ പോകാൻ. മറ്റേത് വേണ്ടത് 12000 രൂപ. ക്യൂബും UFO അതിന് ഒരു നിയമമായിട്ട് അതാണ് പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റിയുടെ പകുതി മുക്കാ ഭാഗം വരുന്നത്. അപ്പൊ അത് നിർമ്മാതാക്കൾ വെക്കുന്ന ഒരു ഭാഗം നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കും അല്ലേ? അതിന് തിയേറ്റർ അതായത് ഒരു നിർമ്മാതാവിന്റെ ബേർഡൻ കുറയ്ക്കല്ലേ? അതെ അല്ലേ? അത് തിയേറ്റർ ഉടമകൾ ആ വാശി പിടിക്കുന്നത് എന്താ? പ്രൊജക്ടേഴ്സ് മാറ്റേണ്ടി വരും അല്ലേ? അപ്പം അവർ സംസാരിച്ച് ടെക്നിക്കാലിറ്റി മനസ്സിലാക്കി ഒരു നല്ല ഡിസിഷനിൽ എത്തട്ടെ. നിർമ്മാതാക്കൾ കൊടുക്കാന്നും പറഞ്ഞു. നല്ല സിനിമയാണെന്ന് എനിക്ക് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചവർക്ക് വിശ്വാസമുണ്ട്. അത് ചവിട്ടി അരയ്ക്കാതെ ഇരിക്കട്ടെ. അതെ അതെ, തീർച്ചയായിട്ടും. സമരം മാറുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് മുന്നോട്ട് വന്നു. നമ്മൾ മാർച്ച് 1 എന്നുള്ള നിലയിലേക്ക് തന്നെ പോകുന്നു. സമരം മാറുമോ? നിങ്ങൾക്കറിയാം, മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ. ഇന്ന് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ രണ്ടഭിപ്രായം. ആരും ദ്രോഹിച്ചിട്ടില്ല ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട്. ഇതൊരു ഫ്ലാഗിംഗ് ആണ് അല്ലേ, ഒരു വാർണിംഗ് ആണ് എപ്പോഴും. അല്ല, ഇന്നലെ ഞാൻ നിർമ്മാതാക്കൾ ഫിയോക്ക് എന്ന സംഘടന രൂപീകരിക്കുമ്പോൾ എടുത്തൊരു തീരുമാനം സമരങ്ങൾ പാടില്ല. ഫിയോക്ക് എന്നൊരു തീരുമാനം ഉണ്ടായപ്പം അന്ന് ഇത് രണ്ടായി പിളർന്നപ്പം അന്നെടുത്ത തീരുമാനം, അന്ന് ദിലീപും ആന്റണി പെരുമ്പാവൂരും വരുന്ന സമയത്ത് ഒരു എടുത്ത തീരുമാനമാണ് ഫിയോക്ക് എന്ന സംഘടന സമരങ്ങൾ പാടില്ല, എന്ത് പ്രശ്നങ്ങളിലും ടേബിളിന് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കാം. അന്നെടുത്തൊരു തീരുമാനം മറികടന്ന് തിയേറ്റർ ഉടമകൾ സമരത്തിലേക്ക് വന്നപ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് സത്യം. എനിക്ക് അതില് കോവിഡ് കഴിഞ്ഞ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കുക. അതെ, അല്ല അത് മാത്രമല്ല, തീർച്ചയായും അതൊന്നും മറക്കാതിരിക്കുക. കോവിഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇത്രയും പെട്ടെന്ന് പുറത്തിറക്കാമെന്ന് വിചാരിച്ചില്ല. ഒരു അവസരം കിട്ടിയതാ, അത് വെറുതെ. ഇനി തീമഴയൊക്കെ വരാം. അതെ, കോവിഡ് മാത്രമല്ല, കാരണം എന്താ വെച്ചാൽ തിയേറ്ററിലേക്ക് ആള് വരാൻ ഒന്നും മടിക്കുന്ന ഒരു കാലം കൂടിയാണ്. അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ വെറുതെ ടേക്കൻ ഫോർ ഗ്രാൻഡ് ആക്കി എടുത്ത് നമ്മൾ അവരെ നമ്മുടെ സൗകര്യത്തിനൊക്കെ അവര് തിരിച്ച് ഒരു ദിവസത്തിൽ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും. അപ്പൊ നമ്മൾ ചുമ്മാ അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. സിമ്പിളായിട്ട് ഞാൻ എൻ്റെ ഏറ്റവും മാന്യമായ ഭാഷയിൽ പറഞ്ഞത്. തീർച്ചയായും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പുച്ഛമാണ്. ഇങ്ങനത്തെ പല കാര്യം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു 10-15 വയസ്സുകാരനെ നമ്മൾ ഫ്ലാറ്റിലൊക്കെ ഉള്ള പുതിയ കുട്ടികൾ മലയാള സിനിമ അവർക്ക് വലിയ താല്പര്യമില്ല. ഗംഭീര ഹിറ്റാവുന്ന സിനിമകൾ അവർ കാണും. ചിലപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഈ സമരവും ഇങ്ങനത്തെ ഈ TV വന്നിരുന്നുള്ള ഇതൊക്കെ ബാനിങ് എന്നൊക്കെ കാണുമ്പോഴല്ലോ അവർ പുച്ഛിക്കുകയാണ്. അത് കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു വരുന്നൊരു തലമുറയെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് അകറ്റുന്ന ഒരു കാരണം സംഭവിക്കാതിരിക്കട്ടെ. അത്തരം കാരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടത്. അജു പറഞ്ഞു, അതിനകത്ത് കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സങ്കടകരമാണ് അങ്ങനെ നോക്കും. അല്ല, അജു പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടല്ലോ, അത് സിനിമയുടെ കൂടെ മാത്രം നമ്മൾ ഭയങ്കര ഗൗരവമായിട്ട് എടുക്കണം. കാരണം ഈ ഒരു അവർക്ക് വേണ്ടിയാണ് ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് പുതിയ തലമുറ. അതെ,
അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ നിൽക്കേണ്ടത്, ഇപ്പൊ അല്ലേ? തീർച്ചയായിട്ടും. അവരാണ് ഫ്യൂച്ചർ. ഇപ്പം ഞാനൊക്കെ ബിലോങ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ഇവർ അമ്മാവെന്ന് അക്സെപ്റ്റ് ചെയ്യുക, വേറെ വഴിയില്ല. നമ്മൾ അവരോടൊപ്പം അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ നമ്മളാണ് ശരിയെന്ന് 100% വാശി പിടിച്ച കാര്യമില്ല. നമ്മളുടെ മുതിർന്ന തലമുറ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടോ? ഇല്ലല്ലോ. ഇല്ല ഇല്ല. നമുക്ക് അവരുടെ മേലിലൊരു സെയും ആധിപത്യം നമ്മൾ വെച്ചോണ്ടല്ലേ നമ്മൾ ജീവിച്ചത്. അപ്പൊ അടുത്ത സമയമായി, അപ്പൊ അത് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അതെ തീർച്ചയായും. അജു പറഞ്ഞൊരു വലിയൊരു കാരണം എന്ന് വെച്ചാലേ ഇപ്പോഴത്തെ തലമുറ രാഷ്ട്രീയമായി പോവുകയാണ്. കാരണം ഈ 20 വയസ്സിന് ശേഷമുള്ളവരെ, കാരണം ഇപ്പം നമ്മൾക്ക് രാഷ്ട്രീയമായ സുഹൃത്തുക്കൾ ഉണ്ടായതുകൊണ്ട് അവരൊക്കെ പറയുന്നത് ഒരു പരിപാടി വെച്ച് അലീക്ക എല്ലാം വന്ന ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വലിയൊരു കാര്യമായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല. അന്ന് വന്നിട്ട് പഴയ ആൾക്കാരില്ലേ, ഒരു 30 വയസ്സിന് മുകളിലവർ മാത്രമാണ് സ്ഥിരമായി പരിപാടിക്ക് പോകുന്നത്. ഇപ്പോൾ ഈ അജു നമ്മളിപ്പോൾ പറഞ്ഞ ഈ പുതിയ ജനറേഷൻ ഇതൊന്നും താല്പര്യമില്ല. അവരെ വീണ്ടും വെറുപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലായാലും മൊത്തം അവർക്ക് മടുപ്പാണ്. വിദ്യാഭ്യാസമാണ് അവര് നമ്മൾ ഒരുപാട് അഡ്വൈസ് ചെയ്യുന്നതോ. അവർക്ക് ഇന്ന് എന്തിനാ നമ്മൾ ഈ വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്നത്? കാശുണ്ടാക്കാൻ, 3 നേരം ഭക്ഷണം കഴിക്കാൻ, സുഖകരമായി ജീവിക്കാൻ. അവർക്ക് ഇന്ന് 100 വഴികളുണ്ട്. അതെ, 100 വഴികളുണ്ട്. അതെ. അവർക്ക് ഒരു ജോലിയും ചെയ്യാനൊന്നും മടിയില്ല. ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ജോലി തരംതിരിവുകളൊക്കെ ഉണ്ടാകുന്നത്, വൈറ്റ് കോളർ ജോബ്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് കേരളത്തിൽ സമൂഹത്തിൽ. ഇന്നതൊന്നുമില്ല. കാശ് കിട്ടുന്ന ഏത് പണിയും മാന്യമായിട്ട് അവന്മാർ ചെയ്യും. അതെ അതെ. അപ്പം അതുകൊണ്ട് നമുക്ക് സിനിമ കാണേണ്ട നമ്മുടെ ആവശ്യമാണ്, നമ്മളുടെ പ്രൊഡക്റ്റ്. എന്നാൽ നല്ല സിനിമയാണെങ്കിലോ അവർ കൂടെ നിൽക്കും. അത് ഫോക്കസ് ചെയ്യുക, നമ്മുടെ ജോലി ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ രാഷ്ട്രീയം ഇൻ ദ സെൻസ് ഇതൊക്കെ ഉള്ളിൽ നിന്ന് സോൾവ് ചെയ്യുക, പബ്ലിക് ആക്കാതിരിക്കുക. എന്തായാലും ഒരു കുടുംബമാണല്ലോ തിയേറ്റർ ആണെങ്കിലും അസോസിയേഷൻ എല്ലാം ഒരു കുടുംബമാണ്. ഒറ്റ ടേബിളിൽ ഇരുന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നുള്ളൂ. അതെ ഞാൻ പറഞ്ഞ ചർച്ചകൾ ഉള്ളിലോട്ടാക്കുക. ഇത് ജനമധ്യത്തിൽ വന്ന് നമ്മൾ അപഹാസ്യരാവാതിരിക്കുക. കാര്യം പുച്ഛമാണ് പുതിയ തലമുറയിലെ പലവർക്കും ഇന്ന് ഇങ്ങനത്തെ പല അമ്മാവൻ സിൻഡ്രോം എന്ന് അവർ വിളിക്കുന്നത്. മനസ്സിലായോ? ഞാനതിൽ പെടുന്നു. എനിക്ക് 40 വയസ്സായി. ചേട്ടനും മനസ്സുകൊണ്ട് എനിക്കറിയില്ല, പ്രായം കൊണ്ടും അല്ലെങ്കിൽ നമ്മളെയൊക്കെ ജനിച്ച വർഷം വെച്ച് നമ്മളൊക്കെ ആ കാറ്റഗറി എന്ന് വെച്ചാൽ അവർ തെറ്റാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരാണ് ശരി. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തേ ലോകം മുന്നോട്ട് പോയിട്ടുള്ളൂ. ഇനി അങ്ങനെ തന്നെ യാത്ര ചെയ്യാനും പറ്റുള്ളൂ. ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നമ്മൾ തയ്യാറായിരിക്കുന്നു. അത് 1-ാം തീയതി തന്നെ എത്തിക്കണമെന്നുള്ള ആഗ്രഹവും നമ്മുടെ മുമ്പിലുണ്ട്. റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മൾ. അതെ, നമുക്ക് ഇനി ബാധ്യതകൾ വരാൻ പാടില്ല. അത്രയും വെക്കും തോറും ബാധ്യത കൂടുന്നു. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ എത്രയോ സിനിമകൾ, ഇപ്പം ഈ ഒരു സിനിമ അങ്ങനെ എത്രയോ സിനിമകൾ ഉണ്ട്. ഉറപ്പല്ലേ റിലീസ് ചെയ്യാൻ ഇപ്പോൾ ആഴ്ചയിൽ 2-3 സിനിമകൾ ഉള്ളപ്പം ഇതേ അവസ്ഥയിലുള്ള എത്രയോ സിനിമകളുണ്ടോ? അതെ അതെ. അപ്പം നമുക്കൊരു തീരുമാനത്തിൽ എത്തുമ്പോൾ നമുക്ക് ഞാൻ പോസിറ്റീവായിട്ട് കരുതുന്നു. ലാസ്റ്റ് നിമിഷം നമ്മളുടെ അസോസിയേഷനിലുള്ള എല്ലാ സീനിയേഴ്സും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഇത് കിട്ടുന്നുള്ളൂ. ഇനി വേറൊരു കാര്യം ഉണ്ടായിരിക്കാം. നമ്മളെ സിനിമയിൽ ഗൗരി ജി കൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ആശാ വർക്കറാണ്. 15 വർഷമായിട്ട് ഈ ആശാ വർക്കർ എന്ന് പറയുന്നൊരു സംഭവം തുടങ്ങിയിട്ട് അവർ ഈ കൊറോണ കാലത്ത് അവര് ടച്ച് ചെയ്യാത്ത അല്ലെങ്കിൽ അവരെ സഹായിക്കാത്ത ഈ 3.5 കോടി മലയാളികൾ ആരും ഉണ്ടാവില്ല. കാരണം അവരെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരെ സിനിമ കാണിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മൾ തീരുമാനിച്ചത് നമുക്ക് എന്ത് കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് കുറച്ചെടുത്തിട്ട് അതിൽക്കൊരു വിഹിതം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. കാരണം നമ്മൾ ശരിക്കും റിയൽ ആശാ വർക്കർമാരിൽ അഭിനയിച്ചു. അപ്പോൾ ആശാ വർക്കറിൻ്റെ ഞാൻ എൻ്റെ നമ്മളെ ബ്രദറായ നമ്മളെ രാജേഷാറിനെ വിളിച്ചു പറഞ്ഞു, TV രാജേഷ്. അപ്പോൾ രാജേഷാറിനെ അവരുടെ സംസ്ഥാന നേതാവിനെ പരിചയപ്പെടുത്തി, പ്രേമ, കോഴിക്കോടായി. അപ്പോൾ വന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് സിനിമ കാണുന്നത്. അങ്ങനെ ഒരു 38 പെണ്ണുങ്ങൾ ലാൽവീഡിലേക്ക് വരിക, കൊച്ചിയിൽ. എന്നിട്ട് ലാൽവീഡിൽ വന്നു. ലാൽവീഡിൽ ഇത് പുതുമയാണ്. കാരണം സിനിമക്കാർ വരുന്നിടത്ത് പോകുന്ന സ്ഥലത്ത് അവരൊക്കെ നോക്കുക. ഒരു 38 പെണ്ണുങ്ങൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും. ഞാനും എൻ്റെ കൂടെ ഉണ്ടാകുന്ന എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നാഗരാജ്, പിന്നെ ഇതിൻ്റെ കണ്ടന്റ് ഫാക്ടറിയുടെ സതീശേട്ടൻ, ഉസ്മാൻ, വർക്കിച്ചൻ, ഈ 5 ആളേ ഉള്ളൂ, 5 വണ്ടി. അപ്പോൾ ഇവരാണ് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ കൊണ്ട് സിനിമ കാണിച്ചു. അവർ സിനിമ കണ്ടിറങ്ങുമ്പോൾ തൊട്ട് ഞാൻ ഹാപ്പിയാണ്. അവർ പറഞ്ഞു ഈ സിനിമ നമ്മൾ വിജയിപ്പിക്കും, ഇത് ഓരോ മലയാളിയും കാണേണ്ട പാടാവാം. ഞാൻ അതോടെ അജുനെ വിളിച്ചില്ല, ഞാൻ വിളിച്ചു എല്ലാ അപ്ഡേറ്റ്സും പറയും. ഞാൻ ആദ്യം വിളിക്കുക അജുവാണ്, പിന്നെ ലാൽജോസ് സാറ്, പിന്നെ വിജയ് ബാബു, അങ്ങനെയാണ് പോവുക. അപ്പം അതിലൊരു വിശ്വാസം കൂടി. എന്നിട്ട് അതാ ഞാൻ പറഞ്ഞു വരുന്നതാ. അവർ പിന്നെ അലിക്ക് നമുക്ക് വേണ്ടിയിട്ട് എല്ലായിടത്തും ജില്ലാ കൺവെൻഷൻ വിളിച്ച് ഈ പടം വിജയിപ്പിക്കും 1-ാം തീയതി. ഞാൻ അവിടെ 8 ജില്ലാ കൺവെൻഷനിൽ പങ്കെടുത്തു.
ഒരു കോഴിക്കോട് നമുക്ക് 3500 ആള്, ഇന്നലെ തിരുവനന്തപുരം 500 ആള്. ഇന്നലെ തിരുവനന്തപുരത്ത് ഞാൻ പോയിട്ട് വരിക. അപ്പോൾ ഓരോ ആൾക്കാർ അവർ വീട്ടിലിറങ്ങി പരിപാടി വിജയിപ്പിക്കുക. അപ്പോൾ അവർ എന്നെ രാവിലെ വിളിച്ച് സമരം ഉണ്ടല്ലോ, സിനിമാ സമരം, എനിക്കിതൊന്നും പറയാൻ പറ്റണ്ടേ, ഞാൻ എന്താ പറയുക. അത് നമ്മളുടെ പ്രശ്നമായി മാറി. ആ നമ്മളാണല്ലോ സാധാരണ പുറത്തുനിന്നൊരു വിഷയമല്ല, നമ്മുടെ അകത്ത് പ്രശ്നം തന്നെ നമ്മുടെ സിനിമയ്ക്ക് വരുന്നെന്നും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ല, ഇത്രയും ഇത് ആൾക്കാർ ജനത്തിന് മുന്നിൽ എത്തുമ്പം അവരെന്തെങ്കിലും ചെയ്തിട്ടാണോ? അതെ അതെ. നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി, നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി, നിങ്ങളുടെ പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ കാണുന്നു പറഞ്ഞു. ആദ്യം നിങ്ങളുടെ പ്രശ്നം തീർക്കും. അവര് അതാണ് പ്രശ്നം. പ്രശ്നം ഉണ്ടെങ്കിൽ ആരും അറിയാതെ മുറിയിൽ നിങ്ങളെ ആ പരിസരത്ത് അടുപ്പിക്കരുത്. എന്നെയാ ആദ്യം പുറത്തു വിടുന്നത്. ഇതിപ്പോ നമുക്ക് ആദ്യം ടെൻഷൻ തന്നത്. കറങ്ങി ഞാൻ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ആശാ വർക്കർ ചേച്ചിമാരുള്ളപ്പോൾ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി മെഡിക്കൽ ടേംസ് വരുന്ന ഞാൻ ഹെൽത്ത് ഓഫീസറായിട്ടാണ്. ടേംസ് വരുന്ന സംഭാഷണത്തിൽ വേർഡുകളുണ്ട്. അപ്പം ഇവർക്ക് ഒരു കാര്യം പരിചയപ്പെടുത്തുക, ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പുതിയൊരു ആശയം നമ്മുടെ പഞ്ചായത്തിൽ എന്ന് പറയുമ്പം ഇപ്പം ഇത് ഒരു 5-6-7 ടേക്ക് പോയി. എനിക്കത് ഉടക്കി ഒരു ചേച്ചി ഭയങ്കരമായിട്ട് നിങ്ങളിപ്പോല്ലാം തീർക്കോ അതായത് എന്ത് ചേച്ചി ഒന്ന് പെട്ടെന്ന് തീർക്കുന്ന ശേഷം. അപ്പൊ ഞാൻ വീണ്ടും ചേച്ചി ഇപ്പം ഞാൻ തീർക്കും, വീണ്ടും തെറ്റും. ചേച്ചി ഇയാള്, ഞാൻ ചോദിച്ചു അല്ല നമ്മൾ ആക്ടേഴ്സിനെ അല്ലേ വെച്ചേക്കുന്നത്, റിയൽ ആശാ വർക്കേഴ്സ്. ആ ചേച്ചിക്ക് അത് കഴിഞ്ഞ് വേണം വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി, അല്ലെങ്കിൽ വീട്ടിൽ പോകണം രാത്രി 8-8. ആ ഞാൻ ആക്ടേഴ്സാന്ന് വിചാരിച്ചിരിക്കുന്നേ. അപ്പൊ ചേച്ചി ഒന്ന് വേഗം തീർക്കുന്ന ഇയാള് തെറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു ചേച്ചിക്ക് വേണ്ടി ആഞ്ജനയാ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്നിട്ട് 2 ടേക്ക് കൂടെ പോയി തെറ്റി. സോറി പറഞ്ഞു. അല്ല, അത് തെറ്റായി വീട്ടിൽ പോകണം. പിന്നല്ലാതെ ഇത് അഭിനയിച്ചുകൊണ്ടിരുന്ന അവരുടെ ഡേ ടു ഡേ നാളെ രാവിലെ എണീറ്റ് പോണ്ടേ. അല്ല, അതിന് തെറ്റാനുള്ള കാരണം തെറ്റ് 2 ടേക്കേ പോലും. അത് വെച്ചാൽ നമ്മുടെ സിനിമയുടെ പ്രധാനപ്പെട്ട സാധനങ്ങൾ അത് കൃത്യമായി ഡോക്യുമെന്റ് പറയുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കൃത്യമായി പറയുന്നത്. അപ്പോൾ ഇവർക്കാണെങ്കിൽ അത് അറിയില്ല. ഇവർ അജുന 1 മണിക്ക് കണ്ട്, അജുന ആദ്യം കണ്ട് വിശ്വസിക്കും. പിന്നെ ഇവർക്ക് ഇവരെ പരിപാടികൾ 100 കോളുകൾ വരിക. ഈ ആശമാരുടെ എല്ലാ നാട്ടിലെ എല്ലാ സ്പന്ദനങ്ങളും അറിയണമല്ലോ. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇവർക്ക് 5 മണി കഴിഞ്ഞ് 6-7 മണി വരെ എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നാളെ തരുന്നതാണ്. പക്ഷെ അവർ പൂർണ്ണമായി സഹകരിച്ചു. പിന്നെ എല്ലാവരും നമ്മുടെ ഫംഗ്ഷന്റെ ഡേ ഒക്കെ എല്ലാരും. അപ്പൊ നമുക്ക് പിന്നെ അവിടെ ഷൂട്ട് ചെയ്തത് നമ്മളുടെ സ്ഥലം എവിടെയാണ്? നീലേശ്വരം, തുരുത്തി. നമ്മളെ പ്രൊഡ്യൂസർ നാടാ, കൃഷ്ണാട്ടല്ല, ഒരു പ്രൊഡ്യൂസർ നാടാ. അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ഈ സിനിമ റിലീസിങ് ഈ ആശാപ്രവർത്തകർ എല്ലാവരും കാണാൻ റെഡി ആയിട്ടിരിക്കുവാണ്. എൻ്റെ അലീക്ക, നിങ്ങൾ ചിലപ്പോൾ നമ്മളത് പുറത്ത് വിടാത്തോണ്ടാ. ഭയങ്കര ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക് നടന്നു കൊടുക്കുക. അത് വൻ വർക്കാണത്. അതുകൊണ്ട് തിയേറ്റേഴ്സിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെയെങ്കിലും സമരം നിങ്ങളൊന്ന് അവരോട് പറയും. ഞാനാണോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നൊരു അതെ ഒരു പിടിച്ചിരും പറഞ്ഞ ഞാൻ ആ വഴിക്ക് പോകാതിരുന്നാ മതി. അല്ല, ഞാൻ ആ വഴിക്ക് പോയതുകൊണ്ട് ഈ വാർത്ത അറിഞ്ഞത്, അല്ലെ രഹസ്യമായിട്ട് അടച്ചിട്ടാണ്. അങ്ങനെ അടക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞത് കൊണ്ട് നിങ്ങൾ തന്നെ ഇത് സോൾവ് ചെയ്യണം. ഞാൻ ആ വാർത്തക്ക് പിന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. നന്നായി. എല്ലാം ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യുക. സിയാദക്ക അതുമായിട്ട് വന്നു, തിയേറ്റർ അടച്ചിടാൻ പറ്റില്ല, അങ്ങനെ അടച്ചിട്ട് ആ തിയേറ്ററുമായിട്ട് സഹകരിക്കില്ല, ഞങ്ങൾ ഒഴിവാക്കൂ, രമ്യതയിൽ സംസാരിച്ച് അങ്ങനെ അഭിപ്രായങ്ങൾ വരുന്നത്. എന്തായാലും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ്. പോകുന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും. ഞാൻ നിങ്ങളെ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വിളിക്കും, കാര്യം അപ്ഡേറ്റ് അറിയാൻ വേണ്ടി. 2 ദിവസത്തിനുള്ള തീരുമാനമാവും. സൂപ്പർ, ഒരു മാറ്റമില്ല. 23-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ വെച്ചാൽ ഈ ഞാൻ കണ്ട ഈ സമരം വെച്ചാൽ റംസാൻ പുരാണ്, വലിയ സിനിമയൊന്നുമില്ല. അപ്പൊ പിന്നെ ഒന്ന് അടച്ചിട്ടാലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന. പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ സിനിമകൾ ഒരുപാട് വെയിറ്റിംഗ് ആണ് ഇറക്കാൻ. പിന്നെ നമ്മളെ സിനിമ എത്ര കാലം റെഡി ആയിട്ട് അറിയോ? ഇത് വലിയ സിനിമകൾ വലിയ സിനിമകൾ റംസാൻ കാലഘട്ടത്ത് ഇറക്കില്ല. അപ്പൊ ചെറിയ സിനിമകൾ ആ സമയത്ത് ഇറക്കാൻ പറ്റേക്കുക. കാര്യം വലിയ സിനിമകൾ ഇല്ലല്ലോ. കുറച്ച് പ്രേക്ഷകർ ആ സമയത്ത് തിയേറ്ററിൽ വന്നില്ലെങ്കിലും തിയേറ്ററിൽ ഇറങ്ങി കാണുക എന്നുള്ളതാണല്ലോ ആളുകൾ കാണാനുണ്ടാവും. അപ്പൊ അവർക്കെങ്കിലും വേണ്ടി ഇറക്കാൻ. മറ്റേ വലിയതിന്റെ കൂടെ ഇപ്പൊ ബ്രഹ്മയുഗത്തിന്റെ കൂടെ നമ്മൾ ഇത് ഇറക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മഞ്ഞുമേൽ ബോയ്സിനോട് ഹ്യൂജ് ആന്റിസിപ്പേഷനുള്ള സിനിമകളാണ്, വലിയ താരനിരയും വലിയ സംവിധായകനുള്ള. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കി ഒരു ഇച്ചിരി സേഫ് എടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വെക്കുന്നത്. അതെ, നമുക്ക് നോക്കാം അങ്ങനെ സിനിമ കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, നമ്മൾ കൂടെ ഉണ്ട്. അല്ല, തിയേറ്ററുകാരായാലും അല്ല, നമ്മൾ ചർച്ചയിലൊക്കെ ഭാഗമാവും എല്ലാ കാര്യങ്ങളും. ഈ ഇടയ്ക്ക് ഗംഭീരമാണ്, പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് നമ്മൾ ഒരു സിനിമ കാത്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം.
എനിക്ക് അതിൻ്റെ കഥകളൊന്നും അറിയില്ല. ഞാൻ അതിലൊരു 5-6 അതെ ഇത്രയും തന്നെ ഉള്ളൂ, 6-7 ദിവസം അഭിനയിച്ചുള്ളൂ. ടീസർ ഹ്യൂമറസ് ആണ്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. പടം ഫുൾ അങ്ങനെ ഹ്യൂമറസ് അല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ആ സിനിമയിൽ ഇഷ്ടപ്പെട്ട അഭിനയിച്ച് ഞാൻ ഡബ് ചെയ്തപ്പോൾ കുറച്ചുകൊണ്ട് എനിക്ക് ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, അവർ രണ്ടുപേരും എന്നെ ഒരുപാട് നിവിൻ പോളിയുടെ ആ ഒരു ലവ് ആക്ഷൻ്റെ പ്രൊമോഷനിൽ ഞാൻ പറഞ്ഞ സാധനമുണ്ട്, ദിനേശിൻ്റെ ഷോ ആയിരിക്കും പടം എന്ന്. കഥയൊക്കെ രണ്ടാമത് ദിനേശിൻ്റെ ഷോ അത് തന്നെയായിരുന്നല്ലോ. അതേപോലെ ഇതിൽ നിവിൻ എത്രയോ എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആണ്, അത് ഇദ്ദേഹത്തിൻ്റെ ഷോ ആയിരിക്കും ആ ഉള്ള സീൻ. അതേപോലെ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ് നമുക്കറിയാം അദ്ദേഹം തന്നെ സ്വസിദ്ധമായി ഞാൻ ഉഴപ്പനാണ്, സ്വപ്രഖ്യാപിത ഉഴപ്പനായി തോന്നുന്ന വ്യക്തിയുടെ ഏറ്റവും നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ളൊരു സിനിമയായിരിക്കും ഉറപ്പാണ്. മറ്റുമില്ല. ബാക്കി കഥയോ തിരക്കഥയോ ഒന്നും എനിക്കറിയില്ല. എനിക്കറിയാം, ഞാൻ പറയുന്നുമില്ല. ആ കഥ അറിയാല്ലേ? അല്ലല്ല എനിക്ക് കഥ അറിയാം, ഞാൻ എനിക്ക് കുറെ തിരക്കഥ ചോദിക്കാറില്ല. പ്രണവ് എങ്ങനെയുണ്ട്? പ്രണവിന്റെ കുറച്ച് കോമ്പിനേഷൻ സാധനങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലോ. കുറച്ച്. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം കണ്ടില്ല. കണ്ടാലല്ലേ എനിക്ക് പറയാൻ പറ്റും. ഞാൻ കണ്ടത് അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കണ്ടപ്പോൾ ഒന്നുകൂടെ ഇടാവെന്ന് ചോദിച്ചത് ഈ രണ്ടുപേരുടെയാണ്. ഞാൻ പൊളിച്ചടിക്കേക്കാണ്. ഹ്യൂമർ ഒന്നുമല്ല, പക്ഷേ ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് വ്യത്യാസമുള്ള പ്രകടനമായിരിക്കും. നിങ്ങളെല്ലാവരും വീണ്ടും ഒരുമിച്ച് കൂടിയ ഒരു സിനിമയാണല്ലോ. അതെ, ഇത് എല്ലാവരും ഒരുമിച്ച്. മലർവാടിയിലുള്ള ഭഗത്തുണ്ട്, ദീപക്കുണ്ട്, ശ്രീരാമുണ്ട്, ഹരിയുണ്ട്, ഞാനുണ്ട്, നിവിനുണ്ട്. ഇത്രയും പേര് മലർവാടിന്നുണ്ട്. ഷാൻ റഹ്മാൻ അഭിനയിക്കുന്നു. അപ്പൊ ഇത്രയും പേര് മലർവാടിന്നുണ്ട്. ഹൃദയത്തിൽ നിന്നുള്ളവരുണ്ട്, പ്രണവുണ്ട്, കല്യാണിയുണ്ട്, അശ്വത്തുണ്ട്. പിന്നെ എനിക്ക് സിനിമ മുഴുവൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും പേര് ഹൃദയത്തിൽ നിന്നുണ്ട്. സോ ഒരു അതിനകത്ത് ഈ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പം വേറെ ഒരു സന്തോഷമായിരുന്നല്ലോ. തീർച്ചയായിട്ടും. നമുക്ക് മൂന്നാറിൽ ഷൂട്ടുള്ള സമയത്ത് നമുക്ക് ഒരു റീയൂണിയൻ സുഖം ഫീൽ ചെയ്യും. കാര്യം അത് ആദ്യത്തെ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞതന്നെ, ആദ്യത്തെ സിനിമ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓർമ്മ. അതിലും മേലെ ഒരു സിനിമയ്ക്ക് ഓർമ്മ എനിക്ക് വരാറില്ല. അത് ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യും. പിന്നെ അതൊരു ഭയങ്കര ഓർമ്മയായിട്ട് വരില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടില്ല. പക്ഷെ ആദ്യത്തെ സിനിമ ഇസ് ഓൾവേസ് സ്പെഷ്യൽ. നമ്മളുടെ മരണം വരെ അതിൻ്റെ ഓർമ്മകൾക്ക് എന്നും ഒരു തണുപ്പുണ്ടാവും. ആ സിനിമയിൽ പങ്കെടുത്തവരുടെ കൂടെ വീണ്ടും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവില്ല. കാര്യം അന്ന് ഒന്നും അറിയാത്ത സിനിമയിൽ വന്ന ആ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ഇന്നും നമുക്ക് ആ കണക്ട് ഉണ്ടാക്കും. ഇന്ന് പലരും വലിയ ലെവലിൽ ഉള്ള താരങ്ങളാണ്, അല്ലെങ്കിൽ വലിയ സിനിമകൾ ചെയ്തു കഴിഞ്ഞവരാണ്. കുറേയും കൂടി അന്നത്തെക്കാളും സിനിമയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ടാവാം. പക്ഷെ ഇവരൊക്കെ പൂജയായിരുന്നപ്പോൾ കണ്ടവരാണ്. ആ ഒരു സുഖമുണ്ട്. രാജു മലർവാടി വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതിൽ അമ്പിളിച്ചേട്ടൻ അഭിനയിച്ചു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ഏതൊരു സിനിമാ വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ളൊരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇവന് ഷോട്ടില്ലാത്ത സമയത്തും ഞാൻ സിനിമയിൽ വന്ന കാലത്തൊക്കെ ഞാൻ ചെയ്യുന്നതിനെപ്പോൾ ചെയ്യാറുണ്ട്. ഞാൻ ഇവന് സിനിമയോടുള്ളൊരു ഫാഷൻ മനസ്സിലാക്കി വെച്ചാൽ ഇവൻ അടങ്ങാത്തൊരു ആവേശം മനസ്സിലാക്കി അങ്ങനെ. അപ്പോൾ മൂപ്പർ അഭിനയിക്കും, വിനീതിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ മോണിറ്റർ ഇല്ലായിരുന്നു ആ സമയം. അവിടെ പിറകിൽ വന്നിട്ട് അത് നോക്കി പഠിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും അമ്പിളിച്ചേട്ടൻ അഭിനയിക്കുന്നത്, സലീമായിട്ട് അഭിനയിക്കുന്നതൊക്കെ. ഇവരെ കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് വേറെ ഉണ്ട്. പിന്നെ ഇവരൊക്കെ നമുക്ക് സ്ക്രീനിൽ കണ്ട് ഇന്നും ഇപ്പൊ ചേട്ടൻ ആശാവൊക്കെ ചേച്ചിമാര് ലാൽ മീഡിയയിൽ വന്നപ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്കിപ്പോഴും ലാൽ മീഡിയ കയറുമ്പം ഒരു എക്സൈറ്റ്മെന്റ്. നമുക്ക് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഈ സിനിമ അഭിനയിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി അവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഏതാ പടം, അതൊരു ഒരു കൗതുകമുണ്ട് സിനിമയ്ക്ക്. അപ്പൊ ആ കൗതുകമാണ് സിനിമ. ഒരു മായ, ഒരു ലാൽ സാറിന്റെ ഭാഷയിൽ പറഞ്ഞ മേക്ക് ബിലീവ്. ഞാൻ ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട സിനിമ പിന്നെ OTT ഇപ്പൊ കൂടുതലൊന്നും കണ്ടില്ല. ഇല്ല. ഭയങ്കര സിനിമയാണ്. പിന്നെ മമ്മൂക്ക കണ്ടവർ വീട്ടിൽ നിന്ന് കൃത്യമായിട്ട് വൈഫ് എല്ലാം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകുന്നുണ്ട്. ടിക്കറ്റ് കോൺട്രിബ്യൂഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് പ്രൊഡ്യൂസർക്ക്. അതെല്ലാ സിനിമയ്ക്കും നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടൈമിംഗ് മാച്ച് ആവാത്തതുകൊണ്ട് ഞാൻ OTT പ്രിഫർ ചെയ്യുന്നു. ഈ ഇടയ്ക്ക് ധ്യാനും ഷാബി പറമ്പിലും എനിക്ക് അടുത്തുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ OTT കണ്ട ഫാലിമയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. നേരും ഭയങ്കര ഇഷ്ടമായി, എൻ്റെ ആശയം ഭയങ്കര ഇഷ്ടം. ഇടയ്ക്ക് ഷാബി പറമ്പിലും ധ്യാൻ്റെ ഒരു
കോളേജ് വിസിറ്റ് കണ്ടായിരുന്നു. കണ്ടു 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 കണ്ടു. എങ്ങനെ കണ്ടിട്ട് എന്ത് എനിക്ക് ഭയങ്കര ധ്യാൻ ശ്രീനിവാസിനോട് ബഹുമാനം തോന്നിയ ഒരു കാര്യമാണ്. സ്വന്തമായിട്ടൊരു ഇൻസെക്യൂരിറ്റി ഇല്ലാത്തൊരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ പറ്റും. അതായത് എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യന്റെ ഭയം അതാണ്. ഇത് നഷ്ടപ്പെടും ഒരു നാൾ, ഇത് നഷ്ടപ്പെടും. ആ ഭയമേ ഇല്ല. അതുകൊണ്ടാണല്ലോ പറയുന്നത്, നിങ്ങൾ ഇന്ന് വരെ ഒരു സിനിമയും എന്നെ കണ്ടല്ല ഇഷ്ടപ്പെട്ടെന്നറിയാം, എൻ്റെ ഇൻ്റർവ്യൂകൾ കണ്ടാണ്. അതുകൊണ്ട് നാളെയും നല്ല സിനിമകളെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ഇൻ്റർവ്യൂകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. നിങ്ങളുടെ പ്രോത്സാഹനം വേണം. അയാൾ ആ ഇഷ്ടം നേടിയെടുത്തത് സിനിമയുടെ മെറിറ്റിലല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മെറിറ്റിലാണ്. അത് ഒരിക്കലും പോയി പോവില്ല. അത് ആ ലൈസൻസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം. മറ്റേ സിനിമ ചെയ്ത് ഉള്ള ഇഷ്ടം, സിനിമ നല്ല വന്നില്ലെങ്കിൽ ആ ഇഷ്ടം പോകും ഇല്ലേ? ഇതാ വ്യക്തിയോടാ ഇഷ്ടം വന്നേക്കുന്നത്. അത് സിനിമ വെച്ചിട്ടല്ല മലയാളി അവനെ ഇഷ്ടപ്പെട്ടേക്കുന്നത്. അത് തുറന്നു പറയാ, ആ ഇൻസെക്യൂരിറ്റി ഇല്ല. അതെനിക്കൊന്ന് ഇപ്പം ധ്യാൻ ലൈവായിട്ടും തമാശക്ക് പറയുന്നത്, കുറേ കാലം കഴിയുമ്പോൾ അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന മികച്ച ഒരു സ്പീച്ചായിരിക്കും. ഗംഭീര സ്പീച്ചാണ്. ആ രീതിക്ക് ആളുകൾ ഏറ്റെടുത്തു. മറ്റേ ഷാഫി സാറിനോട് പറഞ്ഞല്ല, ഈ പറഞ്ഞ് ക്ലോസ് ചെയ്തത് അത് വരും വർഷങ്ങൾ കഴിഞ്ഞ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു മികച്ച സ്പീച്ചിൽ പെടുന്ന ഒരു സ്പീച്ചായിരിക്കും. അതെ, 100%. അത് ഭയങ്കര രസകരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അതായത് ഇൻസെക്യൂരിറ്റി ഇല്ലായ്മയുടെ ഹൈറ്റ്സ് ആണത്. അതെ. അപ്പം നിങ്ങൾ തമ്മിൽ അത്രയും സൗഹൃദമുള്ളതുകൊണ്ടാണ്. സൗഹൃദത്തിന് അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ നമ്മളെടുത്ത് പറയൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളല്ലെങ്കിലും നല്ലത് പറയാറില്ല, പറ്റുകയാണെങ്കിൽ അത്ര കുറ്റമേ പറയാറുള്ളൂ. ഇതിപ്പോൾ അവൻ വളരെ മികച്ചു വരുന്നു, വേറെ വഴിയില്ല, അല്ല അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതെ, കുറ്റം പറയാൻ ഒരു അവസരം. നേരത്തെ പോലെ ധ്യാൻ ഇലക്ഷൻ നിന്ന് ജയിക്കുന്നു. ഇപ്പൊ ഇലക്ഷൻ എന്നാ ജയിക്കും? ഇലക്ഷൻ എന്നാ? പിന്നെ എനിക്ക് ചേട്ടന് ഡൗട്ട് ഉണ്ടോ? എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ മലയാളികൾ അങ്ങനെ ചുമ്മാ വോട്ട് ചെയ്യുന്നല്ല, ഇഷ്ടത്തിന്റെ പുറത്തൊരു ഫാക്ടർ ഫേവർ ചെയ്യുന്ന ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ നിൽക്കൊന്നുമില്ല. അയ്യോ, അവൻ നിൽക്കരുത്, ഞാൻ വെറുതെ പറഞ്ഞ. അവൻ ഇപ്പൊ ചെയ്യുന്നതല്ല അല്ല, ഇന്നാള് പറഞ്ഞ അമ്മയിലെ പ്രസിഡന്റ് ആയ ഓക്കെയാന്ന് പറഞ്ഞു. ഇതൊക്കെ തമാശക്ക് പറഞ്ഞത്. പക്ഷെ എന്റെ അഭിപ്രായത്തില് ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു ജോലിയാണ്. രാഷ്ട്രീയം സെൽഫ്ലെസ്. സ്വയം എന്നുള്ളൊരു ഇഷ്ടം പാടില്ല, സ്വന്തം എന്നുള്ളൊരു കാര്യം പാടില്ല, എൻ്റെ കാഴ്ചപ്പാടിൽ രാഷ്ട്രീയ പ്രവർത്തനം. അപ്പം അതിനൊരിക്കലും ഒരു എനിക്കോ അല്ലെങ്കിൽ നടൻ എന്നുള്ള ഒരാൾ സ്വന്തമായി കൂടുതൽ ഇഷ്ടപ്പെടേണ്ട ആളാണ് അല്ലേ? എന്നെ എങ്ങനെ മികച്ചതാക്കാം, എന്നെ എങ്ങനെ നന്നായി കൊണ്ടു നടക്കാം, എന്നെ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യാം. ഇന്ന് രണ്ടാ ആശയങ്ങളുണ്ടാവാം, പക്ഷേ അതെപ്പോഴും ഒരു സ്മോൾ സർക്കിളിൽ നിൽക്കുക എന്നേ ഉള്ളൂ. അഭിപ്രായങ്ങൾ പറയാം, അയ്യോ അതങ്ങനെ, ആ നിയമം വന്നാൽ അതൊക്കെ പറയാം. പക്ഷെ ഒരു മുന്നോട്ടൊരു നാടിനെ നയിക്കാനുള്ളൊരു കപ്പാസിറ്റി എപ്പോഴും എനിക്ക് തോന്നുന്നു നടന്മാർക്ക് ഉണ്ടാവണം. നിർബന്ധം പിടിക്കാൻ പറ്റില്ല, ഉള്ളവരുണ്ടാവാം, ഉള്ളവരുണ്ടാവാം. പക്ഷെ ഞാൻ പറഞ്ഞ മറ്റേതാ, നടന്മാർ കൂടുതലും അവരിലോട്ടാണ് എല്ലാം ശ്രദ്ധിക്കുന്നത്. അതായിരിക്കണമല്ലോ അവരുടെ ജോലി. ക്യാമറ നിൽക്കുമ്പോൾ അവർ പ്രസന്റബിൾ ആയിരിക്കുക, അവരുടെ കഥാപാത്രം നന്നാക്കാൻ നോക്കുക, എല്ലാം സ്വയമാണ്. മറ്റേതല്ല, സ്വന്തം എന്ന് പാടില്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി. രണ്ടും രണ്ടാ. തീർച്ചയാണ്, രണ്ടും രണ്ടാണ്. അപ്പോൾ നമുക്കിത് ലൂസ് ടോക്കി പറഞ്ഞ അവനിപ്പോ ഇലക്ഷൻ എന്നാ ജയിക്കുന്നുള്ളത് അത്രയും ജനകീയത കൈവരിച്ചു. അല്ല അല്ല അത് ഒരു മാറ്റമില്ല, ജനകീയത കൈവരിച്ച ഒരു വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ ആ കോളേജിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ എന്തൊരു സ്വാതന്ത്ര്യമാണ്, എന്തും പറയാനും ധൈര്യമുണ്ട്. അത് പണ്ടുണ്ട്, എന്തും പറയാനുള്ള ധൈര്യം. മലയാള സിനിമ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സംവിധായകൻ അയാൾ സംവിധാനം ചെയ്ത സിനിമ തല്ലിപ്പൊളിയാന്ന് പ്രേക്ഷകരോട് മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? അതും 10 കോടി മേലെ ഷെയർ വന്ന പടം, ഫെസ്റ്റിവൽ വിന്നർ. ഏതെങ്കിലും ഒരു സംവിധാനം ആ ധൈര്യം കാണിച്ചു? ഇല്ലല്ലോ, ഇവനല്ലേ കാണിച്ചിട്ടുള്ളൂ. അത് അവന്റെ വിവരമോ വിവരക്കേടോ എന്തോ ആയിക്കോട്ടെ. അല്ല, ഈയിടയ്ക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവം കണ്ടില്ല, മറ്റേ മാതൃഭൂമിയുടെ അത് കുറച്ച് പുറത്തു വന്നിട്ടുള്ളൂ അല്ലേ? അതെ, ഞാൻ പറഞ്ഞ ആ ചേട്ടനൊക്കെ ഞാൻ നേരത്തെ ബിലോങ് ചെയ്യുന്ന ആ കാറ്റഗറി പെടുന്ന പിള്ളേർ പറയുന്നതാ. അങ്കിൾ ഞാൻ പറഞ്ഞ നേരത്തെ പറയില്ലേ, യുവതലമുറയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. അത് നമ്മൾ യുവതലമുറ ഫുൾ ക്ലാപ്സ് അല്ലായിരുന്നു. എന്ത് മറുപടി കൊടുത്ത നല്ല മറുപടി അല്ലേ? അത് നമ്മള് കേട്ടിരിക്കാൻ സത്യമല്ലേ? അയാളുടെ അച്ഛനെ അയാൾക്കല്ലേ ഏറ്റവും കൂടുതൽ അറിയുള്ളൂ. ഞാൻ ഈ ധ്യാനെ കുറിച്ച് ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോകും. ശ്രീചേട്ടൻ ഇടയ്ക്ക് രാവിലെയൊക്കെ വിളിക്കും എന്നെ കാണുന്നത്. ഞാൻ അത്രയും സൗഹൃദമാണ്. ഈ ഇടയ്ക്ക് ഇങ്ങനെ പോയി, ഒരു ദിവസം രാവിലെ 7 മണിക്ക് വിളിക്കും, എവിടെയാ എനിക്ക് കാണണം, ഞാൻ അപ്പം തന്നെ പോകും, പോയി അങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ശ്രീചേട്ടനും ധ്യാൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും.
ഇപ്പോഴും പോകുമ്പോഴേ ഞാൻ എൻ്റെ ഇന്റർവ്യൂ കാണുന്ന കാര്യം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ പോകും ശ്രീചേട്ടൻ കാണാൻ. ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല സാധനമുണ്ട്, ചേട്ടൻ ഇപ്പം എന്നോട് ഈ ചോദിച്ച ചോദ്യം ഒരിക്കലും എൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കില്ല. അതെ, ആ പാരന്റിങ്ങിന്റെ ഒരു ചുമ്മാ ഒരു തമാശ വരികയാണെങ്കിലും അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതെ, അതെ. എന്താണ് ശ്രീനിവാസൻ സാർ എന്ന മഹാൻ അല്ലെങ്കിൽ ലെജൻഡ് എഴുത്തുകാരനോ സിനിമ സംവിധായകനോ നടനോ എന്നതിലുപരി ഒരു വിഷണറി, ഒരു ഗ്രേറ്റ് എന്താ പറയുക വിഷണറി അല്ലേ അതിലുണ്ട്. ശരിയാണ്, ശരിയാണ്. പക്ഷെ അതൊരു വല്ലാത്തൊരു നമുക്ക് കാണുമ്പോൾ സന്തോഷവും സൗഹൃദവും തരുന്നവരാണ് അല്ലേ സാർ? അയ്യോ, നമുക്ക് ഒരിക്കൽ അല്ലെങ്കിൽ അന്ന് മറ്റേ നവ്യ നായരുടെ മീര ജാസ്മിൻ്റെ ഒക്കെ ഇവർ ഓപ്പണായിട്ട് അന്ന് കൊച്ചിലേ പറയൂ, അതാ വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം കുട്ടികൾക്കും വേണം എന്നുള്ളതല്ലേ. പിന്നെ തീർച്ചയായിട്ടും അതൊന്ന് ഇന്നിപ്പം നമുക്ക് ഫ്രീഡം കിട്ടുന്നുണ്ട്. അന്ന് ആ കാലത്ത് അത് കൊടുത്ത ആളാണ് സാറത്. ഇപ്പൊ സാറിനെ ഞാൻ ജഡ്ജ് ചെയ്യാനോ സാറിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പോലും യോഗ്യത ഇല്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ എവിഡൻ്റ് ആയിട്ട് ഭാഗമായ ഒരു കാര്യം ആയതുകൊണ്ട് എനിക്ക് പറയാം. സാറിൻ്റെ കണ്ടനാടിലുള്ള ജൈവ കൃഷിയുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ കടയുടെ ഉദ്ഘാടനത്തിന് സാറ് ആൻറ്റി എന്നെ വരാൻ പറഞ്ഞു. അപ്പം ഞാനത് വളരെ സന്തോഷത്തോടെ ഭയങ്കര അഭിമാനത്തോടെ ഞാൻ പോയി ഞാൻ ചെയ്തു. വരും ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞ് പറഞ്ഞ് ആ ഒരു വ്യക്തിയുടെ പ്രചോദനം അല്ലെങ്കിൽ പ്രേരണയാൽ ആ ഭാഗത്തുള്ള മിക്ക സ്ഥലത്തും ജൈവകൃഷി പോപ്പുലർ ശീലമായി. അതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം. ചെയ്യുന്ന ജോലി തൊഴിൽ മേഖലയല്ല, ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു ഡു ദ റൈറ്റ് തിങ് അല്ലേ? ആ കാര്യത്തിൽ സീനിയേട്ടൻ്റെ നിലപാട് ഭയങ്കര സംഭവം. നിലപാടുള്ള ഏറ്റവും നല്ലൊരു മനുഷ്യർ സിനിമയിൽ കണ്ട ഞാൻ പറഞ്ഞ അരവിന്ദൻ, എനിക്ക് സീനിയർ അറിയാലോ, സീനിയേട്ടൻ കഥ പറയുമ്പോൾ അറബിക്കഥയിൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോഴാണ് ഞാൻ സീനിയേട്ടനെ കാണുന്നത്. അപ്പോൾ സീനിയേട്ടൻ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നി. അറബിക്കഥയിലേക്ക് ഞാനിങ്ങനെ സിനിമ അന്വേഷിച്ച് കിടക്കുന്ന കാലം. അപ്പോൾ എന്നോട് ചോദിച്ചു, സാർ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലിരിക്കുകയാണ്, ഒരു 4-5 ദിവസം ഒരാഴ്ചക്ക് ഫ്രീ ആകും, എനിക്ക് ഡേറ്റ് ചോദിച്ചു. എൻ്റെ പടം തുടങ്ങുന്നില്ല. അപ്പോൾ കഥ പറയുമ്പോൾ അപ്പോൾ ഞാൻ സീനിയറായിട്ട് വിളിച്ചവിടെ വേഗം എടുത്ത് വിട്ടു. അപ്പോൾ എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ ഇത് ഷൂട്ടില്ലു. അങ്ങനെ പ്രൊഡക്ഷൻ എനിക്ക് നേരത്തെ 2 ദിവസം റൂം എടുത്ത് തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് ഈ അരവിന്ദൻ്റെ അതിൽ കഥ പറയാൻ വെച്ചാൽ നമ്മൾ ക്ലൈമാക്സ് എടുക്കുക. ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി തോന്നുന്നുണ്ട്, സീനിയറായിട്ട് മാത്രം തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു, സീനിയറായിട്ടൊന്ന് അമ്പലത്തിൽ പോയി തോന്നാത്തേ? അപ്പോൾ സീനിയറിന് പറയാം, എൻ്റെ നിലപാട് ഇതാണ്. മൂകാംബിയുടെ മുന്നിൽ അത് ആ നിലപാട് എനിക്കൊന്ന് ഈ ധ്യാനിൻ്റെ വർത്തമാനത്തിലൊക്കെ കുറച്ചൊരു സംഭവമുണ്ട്. അത് കൃത്യമായിട്ട് പ്രതിഫലിച്ചിരിക്കുന്ന ധ്യാനിലാണെന്ന് എനിക്ക് ഭയങ്കര സാറിനെ അങ്ങനെ അടുത്ത് പരിചയമില്ല. എനിക്ക് ഭയങ്കര ഇപ്പൊ ചേട്ടനും ഒക്കെ കൂടുതൽ സമയം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ, ഞാൻ സാറിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അടിക്കും. ഭയങ്കര വിവരവും ഉള്ള ഒരാളുടെ അടുത്ത് പോയി ഇരിക്കാൻ യോഗ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ മാറിയിരിക്കും. എന്തെങ്കിലും വിളിച്ചു ചോദിച്ചാൽ, ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പറയുന്നല്ലാതെ അങ്ങോട്ട് പോയി ഇരിക്കാൻ തന്നെ നമുക്ക് ഇവരോടൊക്കെ എന്ത് പറയും. ഞങ്ങളിരിക്കുമ്പോൾ ഈ പറഞ്ഞ ഒത്തിരി വിവരമുള്ള ഒരാളുടെ അടുത്ത് പോയി ഇരിക്കുന്ന ഒരു ഫീലില്ല. ഞങ്ങളിരിക്കുമ്പോൾ തമാശകളാണ് പറയുന്നത്. എന്നെ വിളിച്ചതിലും കുറേ സംസാരിക്കും അല്ലേ? അയ്യോ, അങ്ങനെ ഭാഗ്യം കിട്ടിയിട്ടില്ല. ദൂരം കാര്യം സംസാരിക്കുന്നു. ആ വീട്ടിലേക്ക് പോകാൻ എപ്പോഴും ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഞാൻ അസുഖമായിട്ട് കിടന്നപ്പോഴും ആശുപത്രിയിലാണെങ്കിൽ പോവും, വീട്ടിലാണെങ്കിൽ പോവും, കുറേ കാര്യങ്ങൾ പറയും പുള്ളി, കുറേ കാര്യങ്ങൾ. ശ്രീചേട്ടൻ ഇപ്പോഴും ആ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുന്നു കേൾക്കുമ്പോൾ നമുക്ക് എന്ത് കഥകളാണ് പറയുന്നത്. ഈയിടയ്ക്ക് വന്നിട്ട് നമ്മുടെ SS അമ്മയുടെ പടത്തിൻ്റെ കൂടെ വന്നിട്ട് പറഞ്ഞ മമ്മൂക്കാട് ഒരു സാധനം പറഞ്ഞു കേട്ടു. അതാണ് എല്ലാം ഓർത്ത് പറയുന്ന ആളാണ്. അത്രയും ആ ഒരു ടാലന്റ് ശരിക്കും യൂണിവേഴ്സിറ്റി അല്ലേ, ആ ഒരു കഴിവ് ശരിക്കും ധ്യാനാണുള്ളത്. ഉണ്ട്, ഓർത്ത് പറയുന്നത് അതുണ്ട്. ധ്യാനം എല്ലാം ഓർമ്മയിൽ. പിന്നെ വാക്കുകൾ രസകരമായി വന്ന് വീഴാറുണ്ട് ധ്യാനിന്. അതെ അതെ, അതുകൊണ്ടല്ലോ ഒരു സ്പീച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രസിപ്പിച്ച് സംസാരിക്കുക, അതിലിച്ചിരി പൊടിപ്പും തൊങ്ങലൊക്കെ ആവാം, ഒരു കുഴപ്പമില്ല, രസമുണ്ടല്ലോ. ധ്യാൻ ഹേർട്ട് ചെയ്ത് പറയുകയാണെങ്കിലും ആ കേൾക്കുന്ന ആൾക്ക് ഹേർട്ട് തോന്നില്ല. എന്നെ കുറിച്ച് പറഞ്ഞൊരു ഭയങ്കര രസകരമായിട്ടാണ്, ചില സമയത്ത് ഇയാളുടെ സംസാരം കേട്ടാൽ തോന്നും ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്, ചില സമയത്ത് തോന്നും മരപ്പൊട്ടനാണ്. ഇത് കേൾക്കുന്ന എനിക്ക് ഒരു വിഷമം ഉണ്ടാകുന്നില്ല. അതാണല്ലോ ആ പറയുന്ന ആളുടെ ഇത്. നമ്മളിപ്പോ എന്നാൽ ചിലരുണ്ട്, നമുക്കറിയാം, തമാശ പറഞ്ഞാൽ നമുക്ക് തമാശ മനസ്സിലാവത്തില്ല, അത് നമുക്ക് അവരോട് തന്നെ ഒരു ദേഷ്യം വരും. നമ്മൾ ഉൾക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരാളാണ്. സീനിയറിന്റെ ഡയലോഗുകൾ ഇപ്പൊ ധ്യാന്റെ കല്യാണത്തിന്റെ തലേന്ന് ഈ കണ്ണൂരാണല്ലോ കല്യാണം ഉണ്ടായത്.
അപ്പോൾ എന്നോട് സീനിയേട്ടൻ പറഞ്ഞു നീ എൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ ഞാൻ സീനിയേട്ടൻ്റെ കൂടെ. അപ്പോൾ സീനിയേട്ടൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞാൻ സീനിയേട്ടൻ്റെ റൂമിൽ നിന്ന് പോകുമ്പോൾ ആ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ അവരൊന്നും ആരില്ല. ഞാൻ സീനിയേട്ടൻ അവരൊക്കെ ഇവിടെ പോയി, അവരൊക്കെ അന്തരിച്ചു വന്നു. അപ്പോൾ നാളെ പുറഞ്ചരിക്കുന്നു. പെട്ടെന്നാണ് കൗണ്ടർ വരുന്നത്. അല്ലേ, അത് വാക്കുകൾ ഞാൻ അപ്പുറത്താ സീനിയർ. പിന്നെ എനിക്ക് ഇപ്പോൾ സീനിയറിന് അസുഖമായപ്പോൾ ഞാൻ പോയി കണ്ടില്ല. എനിക്ക് ഭയങ്കര സീനിയറിനോട് എപ്പോഴും എൻ്റെ റോൾ മോഡലായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ ഇത് തുടങ്ങും, ഞാൻ പോകുന്നു, ഞാൻ മോഹനായിട്ട് പോകുന്നുണ്ട്. ഒന്ന് അനുഗ്രഹം മേടിച്ച് കണ്ടിട്ട് വരാൻ വേണ്ടി ഈ റിലീസിന് മുന്നേ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും പോകണം. എന്തായാലും ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം, എല്ലാ തടസ്സങ്ങളും മാറി അല്ലേ? മാർച്ച് 1-ാം തീയതി തന്നെ റിലീസാകട്ടെ. തീർച്ചയായിട്ടും ആവട്ടെ. എൻ്റെ ഈ സിനിമയിൽ A to Z ഇടപെട്ടാണ്. എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും എല്ലാം ഇവിടെ പറയാൻ പാടില്ല. പെട്ടെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കും. എഡിറ്റിലൊക്കെ നമുക്ക് ആ ഫസ്റ്റ് സിനിമയിൽ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടുന്നൊരു സിനിമയിൽ നമ്മളെല്ലാവരും ഓർത്തിരിക്കും. അവരായിരിക്കും നമുക്ക് ബാക്കി നമ്മൾ സിനിമയിൽ എല്ലാവരും ചിലപ്പോൾ ഓർത്തിരിക്കണമെന്നില്ല. പിന്നെ ഞാൻ ഇഷ്ടത്തിന് മേടിച്ച വീട് പോലും ഇപ്പോൾ പണയം വെച്ചിരിക്കും വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സഖാക്കളൊക്കെ കുറച്ച് സഹായിച്ച് സംഭവം ഇവിടെ എത്തി. ഇത് കഴിഞ്ഞ് ഇന്റർവ്യൂവിൻ്റെ വീണ്ടും കടം പണിക്കാൻ പോകും. അത് പിന്നീട് ചർച്ചയിലേക്ക് പോകുമെന്ന് ഒരു ഭയപ്പെടുന്നുണ്ട് ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ. സിനിമ എന്തായാലും ചർച്ചയാവും. ചർച്ച മാത്രമല്ല, ഇത് കുറെ കാലം നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. അങ്ങനെ ഒരു സാമ്പത്തിക ക്രൈസിസ് ഈ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയുടെ ഒക്കെ ഒരു സഹായം അങ്ങനെയൊന്നും സഹായിച്ചില്ല. അവർക്ക് ഇതല്ലേ പോലെ അങ്ങനെ അദ്ദേഹത്തിന് അവരെ വ്യക്തികളെന്നല്ലേ, ആ പാർട്ടിയിലുള്ള വ്യക്തികൾ, ആ പാർട്ടിയിൽ നിന്നല്ല മറ്റുള്ള പാർട്ടികളിലെ ഇപ്പോൾ റിജിൽ മാക്കുട്ടി എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി നമ്മളെ പേഴ്സണലായിട്ടൊക്കെ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് സഹായിക്കാറുണ്ട്.